ഹലോ, ഇന്ന് നമുക്കൊരു ചിക്കൻ മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇന്ന് ഞാനല്ല, ഹസ്ബൻഡാണ് ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ റെഡിയാക്കി നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഒന്ന് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത ശേഷം ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മസാലയൊക്കെ പിടിച്ച് നല്ലൊന്ന് റെഡിയായി വരും. ആ ടൈം കൊണ്ട് നമുക്കൊന്ന് റൈസ് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കുരുമുളകും മല്ലിയും ഒരു സവാളയും 1-2 സവാളയും കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും ഒരു ഉണക്ക നാരങ്ങയൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ സോട്ടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കണം. വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. ഇത് അടച്ച് വെച്ച് ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുത്താണ് ചെയ്യുന്നത്. ഇത് ഞങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, സക്സസ് ആയിട്ടുള്ള മന്തിയാണ്. ഇങ്ങനെ എയർ ഫ്രയറിൽ ചിക്കൻ ചെയ്ത് റൈസ് സെപ്പറേറ്റ് ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചൊന്ന് ആവി കയറ്റിയിട്ട് ലാസ്റ്റ് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ എയർ ഫ്രയറിൽ നമുക്കൊരു 185-ൽ ഒരു 18 മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഈ ചിക്കൻ ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ആ ടൈം കൊണ്ട് അവിടുന്ന് റൈസും കുക്കായിട്ട് വരും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് റൈസ് കുക്കായിട്ടുണ്ട്. അന്ന് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. നല്ല മന്തി റൈസിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ റൈസിൻ്റെ മണമാണ്. അതേ ടേസ്റ്റുമാണ്, അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആണെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് മന്തിയാണ്. ഞങ്ങൾ കുറച്ച് മയണൈസും കുറച്ച് ചട്നിയൊക്കെ ഉണ്ടാക്കി സവാളയൊക്കെ റെഡിയാക്കി ഇതിൻ്റെ കൂടെ കഴിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.